ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റംസ് ആണ്. നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഫോം ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഫോമിൽ ട്രയൽ ബാലൻസ് തന്നിട്ടില്ല എന്നേ ഉള്ളൂ, അതിൽ വരുന്ന ഐറ്റംസ് ആണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എങ്ങനെയാണ്, പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021. നമ്മളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാനാണ് പറഞ്ഞത്. ഏത് വർഷത്തത്? 31st March 2021. അപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് പാർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്, എമൗണ്ട് കോളം തന്നിട്ടുണ്ട്, പാർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്, എമൗണ്ട് കോളം തന്നിട്ടുണ്ട്. ദെൻ ഡെബിറ്റ് ബാലൻസ് എന്ന് മറ്റു കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളത്തിൽ വരുന്ന ഐറ്റംസ്. ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് വരുന്നുണ്ടല്ലോ, ആ ഐറ്റംസ് ആണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് ഓൺ 1st April 2020. ഇത് 21-ലുള്ളതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 1st April-ലുള്ളതാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, വേജസ്, ബിൽസ് റിസീവബിൾ, ഇൻട്രസ്റ്റ്, ബാഡ് ഡെപ്റ്റ്, റിപ്പയർസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഡിപ്രിസിയേഷൻ. ദെൻ റെൻറ്റ്, സാലറീസ്, ഡ്രോയിങ്സ്, പർച്ചേസസ്, ഓഫീസ് എക്സ്പെൻസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതിങ്ങനെ ടി ഫോമിൽ തന്നേ ഉള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആണ് ഇത്രയും ഐറ്റംസ്. ഇനി പിന്നെ വരുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് കോളത്തിൽ എമൗണ്ട് എഴുതേണ്ട ഐറ്റംസ്. ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, സെയിൽസ്, ബിൽസ് പേബിൾ. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും ഇതിൽ എക്സ്പെൻസ് ഉണ്ട്, അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ഇൻകം ഉണ്ട്, അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോളം എങ്ങനെ വരക്കണം എന്ന് അറിയണ്ടേ? അത് നമുക്ക് എങ്ങനെയാണ് വരക്കുക നോക്കാം. ഇതുപോലെയാണ് കോളം വരക്കുക. അതായത് ഇവിടെ ഹെഡിങ് കൊടുക്കണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2021. ഇവിടെ പറഞ്ഞ ഇയർ. ദെൻ ഇത് ഈ ലൈനിന് ഇങ്ങോട്ട് വരുന്നത് ഡെബിറ്റ് സൈഡും ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ ഭാഗം വരുന്നത് ക്രെഡിറ്റ് സൈഡും. അപ്പോൾ ഡെപ്റ്ററിന് ഇവിടെ ഇട്ട് കൊടുക്കണം, ഈ ക്രെഡിറ്റർ ഇട്ട് കൊടുക്കണം. ദെൻ പാർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അങ്ങനെയാണ് ഇതിൻ്റെ ഫോം വരിക. അപ്പം നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021. ദെൻ ഡെപ്റ്ററിന് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡെബിറ്റ് സൈഡ് മനസ്സിലാക്കാൻ ഈ സൈഡിൽ ക്രെഡിറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ദെൻ പാർട്ടിക്കുലേഴ്സ് റുപ്പീസ് എമൗണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ്, ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് ചെയ്യേണ്ടത്. പേര് ഒരുമിച്ചാണെങ്കിലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഒരുമിച്ചാണെങ്കിലും ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ. അപ്പം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ വെച്ച് നോക്കി മനസ്സിലാക്കണം. ഈ ഡെബിറ്റ് ബാലൻസ് വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ ഇത്ര വരെ, അതായത് ഇവിടുന്ന് മുതൽ ഇതുവരെയും ഇവിടുന്ന് മുതൽ ഇതുവരെ ഉള്ളത് ഡെബിറ്റ് കോളത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് മാത്രം ഡെബിറ്റ് കോളത്തിൽ എഴുതുക. ഇനി ഇതിന് ശേഷം ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് ഈ സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് മാത്രമേ ഇവിടെ എടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. ഓൺ 31st March 2021 ദ സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹1 lakh. ഇത് ക്വസ്റ്റ്യനിലുണ്ടായതാണ്. അതായത് ട്രയൽ ബാലൻസിന് പുറത്തായിട്ടാണ് ഈ സ്റ്റോക്ക് ഉണ്ടാവുക. ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 1st for 2020. ഇത് 31st March 2021 ആണ്. അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഇതിന് ശേഷമാണ് നമ്മൾ സൊല്യൂഷൻ തുടങ്ങുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് മുതലാണ് സൊല്യൂഷൻ. ഓക്കെ, നമുക്കിനി ഐറ്റംസ് നോക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് അസറ്റാണ്, എടുക്കാൻ പാടില്ല. സ്റ്റോക്ക് വരുമല്ലോ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് വരേണ്ടത്. ഇത് എക്സിസ്റ്റിംഗ് ബിസിനസ്സാണ്, അതുകൊണ്ട് അതായത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ബിസിനസ്സാണ്, അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടാണ് ആദ്യം കാണിക്കേണ്ടത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇട്ട് 50,000. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് കൊടുക്കാം, കാരണം പിന്നെ ആയിട്ട് നോക്കണ്ട നമ്മൾ. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ്, വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ വേജസ് വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ വേജസ് ഇവിടത്തേക്ക് എടുക്കണം. ഓക്കെ,
വേജസ് ഇവിടെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ പർച്ചേസ് ഉണ്ടോ നോക്കണം. വേജസ് ഇവിടുത്തെ ഐറ്റമാണെന്ന് നമുക്ക് മനസ്സിലായി, അത് അവിടെ വെക്കുക. അതിന് മുന്നേ പർച്ചേസ് ഉണ്ടോ നോക്കണം. ബിൽസ് റെസീവബിൾ അസറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്, ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ റിപ്പയേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉള്ളത്, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ് അസറ്റ്സ് ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, റെൻറ്റ് സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ഡ്രോയിങ്സ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ദ പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞപാട് നമ്മൾ എടുക്കേണ്ടത് പർച്ചേസ് ആണ്. പർച്ചേസ് എടുത്തതിന് ശേഷം മാത്രമേ വേജസ് എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് റെക്കോർഡ് ചെയ്യണം. പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോ നോക്കണം. പർച്ചേസ് റിട്ടേൺസ് ഡെബിറ്റ് കോളത്തിൽ ഉണ്ടായിരിക്കില്ല, ക്രെഡിറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റിൽ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോ നോക്കുക, അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പർച്ചേസ് നേരിട്ടിട്ട് ഇവിടെ എടുക്കാം. റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസ് എടുത്തിട്ട് അതിൽ നിന്ന് ലെസ് റിട്ടേൺസ് നോട്ട് കാണിക്കണം. അതായത് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ എമൗണ്ട് ഈ പർച്ചേസ് നിന്ന് ഇവിടെ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പർച്ചേസ് എടുക്കാം. അപ്പം ഞാനിവിടെ പർച്ചേസും എടുത്തു, ഇവിടെയുള്ള വേജസും എടുത്തു. അപ്പോൾ ഈ വേജസ് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക, കാരണം അത് എടുത്തു കഴിഞ്ഞല്ലോ, ഇനി പിന്നെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പർച്ചേസും വേജസും കഴിഞ്ഞു. ഇനി ഡെബിറ്റ് ഐറ്റംസ് ഒന്നുമില്ല ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ. ഇനി ക്രെഡിറ്റ് ഐറ്റംസ് നോക്കാം. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ഇൻട്രസ്റ്റ്, ക്രെഡിറ്റ് ബാലൻസ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. സൺഡേ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ടതാണ്. പർച്ചേസും സെയിൽസും ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. സെയിൽസിൽ ചിലപ്പോൾ റിട്ടേൺസ് ഉണ്ടായിരിക്കും, തിരിച്ചു തന്നിട്ടുണ്ടാവും വിറ്റ സാധനം. സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റിലല്ലാണ്ടായിരിക്കും, ഡെബിറ്റിലാണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐറ്റം ഇല്ല. ഉണ്ടെങ്കിലേ സെയിൽസ് നിന്ന് ആ സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി സെയിൽസ് എടുക്കാം. അപ്പോൾ ട്രയൽ ബാലൻസ് ഉള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ഐറ്റം കൂടി ഇവിടെ വേണം, ക്ലോസിംഗ് സ്റ്റോക്ക് വേണം. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കില്ല, പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ താഴെ ഇതാ കൊടുത്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2021, അത് 1 lakh ഉണ്ട്. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, അതിനോട് കൂടി ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്ന വേജസ് വരും. പിന്നെ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. ദെൻ സെയിൽസ് വരും, ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇതിൽ വരുന്ന ഐറ്റം. ഇത്രയും ഐറ്റംസ് കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. ഏത് കോളത്തിലാണോ കൂടുതൽ അതനുസരിച്ചിട്ട് മറ്റേ കോളത്തിൽ നിന്നുള്ള ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തപ്പം ഈ സൈഡ് കിട്ടിയത് 2,70,000 ആണ്. ഈ സൈഡ് ആഡ് ചെയ്യുമ്പം 1,80,000 കിട്ടിയത്. റഫായിട്ട് ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടത്. പിന്നെ ആഡ് ചെയ്യാൻ ഇടുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ, അതായത് ഈ എമൗണ്ടിൻ്റെ തൊട്ട് താഴെ ആഡ് ചെയ്യാൻ പാടില്ല. ഒരു ഐറ്റം എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം ആഡ് ചെയ്യാൻ. കാരണം ഇവിടെ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്യാപ്പിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിലാണ് വരിക, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഈ സൈഡിലാണ് വരിക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എഴുതാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2,70,000 കിട്ടി, ഇവിടെ 1,80,000. അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ, ഈ സൈഡ് കുറവ്. അപ്പം ഡിഫറൻസ് വരുന്നത് ഈ 2,70,000ഉം 1,80,000 തമ്മിലുള്ള ഡിഫറൻസ് 90,000 ആണ്. ആ 90,000 ഇവിടെ ഇട്ട് കൊടുക്കുക, 2,70,000 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 90,000 ഇടുമ്പം ഇത് ആഡ് ചെയ്താൽ 2,70,000 കിട്ടും. കാരണം ഏത് സൈഡാണോ കൂടുതൽ അതേ എമൗണ്ട് തന്നെ അടുത്ത സൈഡിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഡിഫറൻസ് ഇട്ടുമാണ് വേണ്ടത്. ഓക്കെ, ഈ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ഇട്ട് കൊടുത്തു. C/D ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 90,000 ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പോർഷൻ കഴിഞ്ഞു. ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നത്. ഇനി ഇതിൻ്റെ താഴെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗ്രോസ് പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കണം. ഇവിടെയുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാം. എന്നിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് G/P ഇട്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ, ഇവിടെ ക്യാരി ഡൗൺ ആണെങ്കിൽ ഇവിടെ ബ്രോഡ് ഡൗൺ 90,000. നെക്സ്റ്റ് വരുന്നത് ഇനി നമ്മൾ ഐറ്റത്തിലേക്ക് നോക്കാം. സൺഡേ ഡെപ്റ്റേഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇതിൽ വരുന്ന എക്സ്പെൻസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. ബിൽസ് റിസീവബിൾ അസറ്റാണ്. ഇൻട്രസ്റ്റ് ഡെബിറ്റ് ബാലൻസിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് എക്സ്പെൻസ് ആയിരിക്കും. അപ്പം നമുക്കത് ഇവിടെ എടുക്കുകയാണ് വേണ്ടത്, ഇവിടെ ഡെബിറ്റ് സൈഡിൽ എടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ബാഡ് ഡെറ്റും ഇവിടെ വരേണ്ടതാണ്. റിപ്പയേഴ്സ് അതും ഇവിടെ വരേണ്ടതാണ്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് വരില്ല, ഡിപ്രീസിയേഷൻ വരും. അപ്പോൾ ഈ 3 ഐറ്റംസും നമുക്കിവിടെ എടുത്തിട്ട് എഴുതാം. ഈ 3 ഐറ്റംസും ഇവിടെ എഴുതുമ്പോൾ തന്നെ ഇവിടെ മാർക്കും ചെയ്ത് കൊടുത്തു. കാരണം ഇവിടെ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ മാർക്ക് ചെയ്ത ഐറ്റം നോക്കണ്ട, അതുകൊണ്ടാണ് മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റെൻറ്റ് വരും,
സാലറീസും വരും, ഇതെല്ലാം എക്സ്പെൻസ് ആണ്, അതൊക്കെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഇനി റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് റെൻറ്റ് സാലറീസ് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് ഡ്രോയിങ്സ് വരില്ല, പർച്ചേസ് എടുത്തു കഴിഞ്ഞു. ഓഫീസ് എക്സ്പെൻസസ് വരും. ഓഫീസ് എക്സ്പെൻസ് ആണ് ഇവിടെ വരുന്ന ഐറ്റം. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്, അത് അസറ്റാണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് നമുക്ക് ഇവിടെ എടുക്കാം. നെക്സ്റ്റ് ഇനി ക്രെഡിറ്റ് ബാലൻസ് നോക്കാം. ക്യാപിറ്റൽ ഇല്ല. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിരിക്കും. റിസീവ്ഡ് കിട്ടിയതൊക്കെ ഈ സൈഡിലാണ് വരേണ്ടത്, ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇവിടെ വരണം. പിന്നെ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്, സെയിൽസ് എടുത്തു, ബിൽസ് പേയബിൾ ലാബിലിറ്റിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമേ ഇനി ഇവിടെ എടുക്കുള്ളൂ. അതെടുത്തതിന് ശേഷം ഇത് ടോട്ടൽ ചെയ്യാൻ വേണ്ടത്. ടോട്ടൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐറ്റം എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം രണ്ട് സൈഡ് ആഡ് ചെയ്യാൻ റഫായിട്ട്. ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്തപ്പം ഈ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ആഡ് ചെയ്തപ്പോൾ 96,000 കിട്ടി. ഇവിടെയുള്ള അതായത് ട്രേഡിംഗ് അക്കൗണ്ടിനെ നോക്കാൻ പാടില്ല, ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ്. ഇതിന് മേലോട്ട് അങ്ങ് ക്ലോസ് ചെയ്തതാണ്, ഇതിൻ്റെ താഴെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 2,000 മുതൽ 25,000 വരെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 73,000 ആണ്. അപ്പം നമുക്ക് റഫായിട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഏത് സൈഡാണ് കൂടുതൽ. ഈ സൈഡ് കൂടുതലായതുകൊണ്ട് ആ എമൗണ്ട് അവിടെ ഇട്ടു, ഈ സൈഡ് കുറവായതുകൊണ്ട് അത് ഇപ്പോൾ ഇട്ടിട്ടാണുള്ളത്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഈ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാൻ. അതായത് 96,000 ആണ് ക്രെഡിറ്റ് സൈഡിലത്, ഡെബിറ്റ് സൈഡിൽ 73,000 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 23,000 ആണ്. ആ 23,000 നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. ഇതായിരിക്കും നെറ്റ് പ്രോഫിറ്റ്. കാരണം ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഇവിടെ ഇത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവാണെങ്കിൽ ഇവിടെ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇത് 23,000 ഇവിടെ ഇടുക, ഈ 96,000 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. കാരണം ഈ സൈഡ് നമ്മൾ 23,000 ഇട്ടിട്ട് 96,000 ആക്കി. ഇതിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഇട്ടു. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 23,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് 90,000ഉം നെറ്റ് പ്രോഫിറ്റ് 23,000ഉം ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ടാണ് ഇത് രണ്ടും പ്രോഫിറ്റ് ആയത്. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ രണ്ടും ലോസ് ആയിരിക്കും. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിന് ഈ നെറ്റ് പ്രോഫിറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തൽക്കാലം എഴുതി വെച്ചിട്ട് നമുക്കിത് ബാലൻസ് ഷീറ്റ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് 23,000 ആണ്. അപ്പോൾ നമുക്കിതിന് മാറ്റിയിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതിനുശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ ഫോം എങ്ങനെയാണെന്ന് അറിയണ്ടേ? ബാലൻസ് ഷീറ്റിന് ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്ന് വരക്കാം. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോം. അതായത് നേരത്തെ വരച്ച അതുപോലെ തന്നെ വരക്കണം. പക്ഷേ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. നേരത്തെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ഇവിടെ ക്രെഡിറ്റ് നേടിയിട്ടുണ്ട്. പക്ഷേ ബാലൻസ് ഷീറ്റിന് അത് ചെയ്യേണ്ട. ബാലൻസ് ഷീറ്റിന് ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും ഫോം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പേര് മാറുന്നു, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മാറുന്നു, അത്രയേ ഉള്ളൂ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മാറുന്നതല്ല, ഇതിന് ഡെബിറ്റും ക്രെഡിറ്റും ഇല്ല. ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡുമാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് ആസറ്റ് എന്നാണ് പറയേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്തത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്നാണ് വെച്ചത്. ഇവിടെ ഫോർ ദ ഇയർ എൻഡഡ് പറയാൻ പാടില്ല, ആസറ്റ്. കാരണം ആ സ്പെസിഫൈഡ് ഡേറ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. 31 മാർച്ചിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഡേറ്റിൽ ഉള്ള ബാലൻസ് എന്ന അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മേലെ തന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ മാർക്ക് ചെയ്ത ഐറ്റംസ് ഒന്നും നമ്മൾ എടുക്കേണ്ടത് ആവശ്യം വരുന്നില്ല. കാരണം അതൊരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തതാണ്. ഇനി ബാക്കിയുള്ളതിൽ നിന്നാണ് ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ലാബിലിറ്റീസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റമും ഡെബിറ്റ് സൈഡിൽ വരുന്നത് അസറ്റ് സൈഡിലുമാണ് വരും. ഓക്കെ, നമുക്ക് നോക്കാം. ലാബിലിറ്റി ഡെബിറ്റ് സൈഡിലുള്ള ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് ആദ്യം നോക്കാം. അസറ്റ് സൈഡിൽ ഇവിടെ തോന്നും പോലെ അങ്ങ് എഴുതാൻ പാടില്ല. കാരണം ഇതിനൊരു ഫോം ഉണ്ട്. അസറ്റ് സൈഡിൽ ആദ്യം കറണ്ട് അസറ്റ്സും പിന്നെ ഫിക്സഡ് അസറ്റ്സുമായി എഴുതുക. അല്ലെങ്കിൽ ആദ്യം ഫിക്സഡ് അസറ്റ്സും പിന്നെ കറണ്ട് അസറ്റ്സും മാത്രമായിട്ട് എഴുതണം. ഞാനിപ്പം ചെയ്യുന്നത് ആദ്യം കറണ്ട് അസറ്റ്സ് പിന്നെ ഫിക്സഡ് അസറ്റ്സ് എഴുതുന്നത്. അപ്പോൾ ആദ്യം കറണ്ട് അസറ്റ്സ് എഴുതുമ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്. വിത്തിൻ 1 ഇയറിലിടക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. അതിൽ തന്നെ മോസ്റ്റ് ലിക്വിഡായിട്ട് വരുന്നതുണ്ട്. അതായത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നതും
സ്ലോലി ആക്കുന്നതും അതിന് ആ ഓർഡറിലാണ് ഈ അസറ്റ്സ് എഴുതുന്നത്. ആദ്യം കറണ്ട് അസറ്റ്സ്, പിന്നെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് പർപ്പസിന് വേണ്ടി വാങ്ങിയ അസറ്റ്സ് ആയിരിക്കും. അപ്പം ലോങ് ടേം ഫിക്സഡ് അസറ്റ്സ് ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതൊന്നുമല്ല നോക്കുന്നത്, നമ്മളിതിൽ ക്യാഷ് ഉണ്ടോയെന്നോ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടോയെന്ന് ആദ്യം നോക്കിയത്. അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ഇതുള്ളത് കൊണ്ട് ഞാനിവിടെ റെക്കോർഡ് ചെയ്തത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, പിന്നെ ഡെപ്റ്റേഴ്സാണ് വേണ്ടത്. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവാം. സ്റ്റോക്ക് നമ്മൾ ഇതിൻ്റെ ട്രയൽ ബാലൻസിന് താഴെ വരുന്ന ഐറ്റം 2 സ്ഥലങ്ങളിൽ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു, ഇനി ഇവിടെ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. ഈ സ്റ്റോക്ക് അല്ല എടുക്കുന്നത്, ഈ താഴെ വന്ന സ്റ്റോക്കാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഇത്രയും ഐറ്റംസ് വന്നു. ഇതാണ് കറണ്ട് ഐറ്റംസ്. ഇനി ഫിക്സഡ് അസറ്റ്സ് എടുക്കണത്തിൽ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കറണ്ട് അസറ്റ്സ് ഇവിടെ റെക്കോർഡ് ചെയ്തു. വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കറണ്ട് അസറ്റ്സ് ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഫിക്സഡ് ഐറ്റംസാണ് നോക്കാൻ പോകുന്നത്. ഫിക്സഡ് ഐറ്റംസ് വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സും പ്ലാന്റ് ആൻഡ് മെഷീനറി, ഈ 3 ഐറ്റമാണ് പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, റെക്കോർഡ് ചെയ്യാൻ. ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് ഇവിടെ എടുക്കാൻ പാടില്ല. ഈ ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അസറ്റ് സൈഡിലാണ്, അല്ല ഡെബിറ്റിലാണ് ഉള്ളതെങ്കിലും ഡ്രോയിങ്സ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഈ 3 ഐറ്റത്തിൽ ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് എഴുതുക. അതിനുശേഷം പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുക. ദെൻ ലാസ്റ്റാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുക്കേണ്ടത്. കാരണം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് കൂടുതൽ, അതായത് പെട്ടെന്ന് മീൻസ് ഇതിൽ 3ലും വെച്ചിട്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്തത്, അതായത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്തത്, ലിക്വിഡ് അല്ലാത്തത്. അപ്പം ആദ്യം ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് കൊടുക്കുക, ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ നമുക്കതിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അസറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതായത് ഡെബിറ്റ് ബാലൻസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തു. ഇതിലൊരു ഡ്രോയിങ്സ് മാത്രം റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ റെക്കോർഡ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ബാലൻസാണ് വരുന്നത്. ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് അതും തോന്നും പോലെ ഇടാൻ പാടില്ല. ആദ്യം കറണ്ട് ലാബിലിറ്റീസാണ് എഴുതേണ്ടത്. കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയർ കൊടുത്തു തീർക്കേണ്ടതായ ലാബിലിറ്റീസ്, കൊടുത്തു തീർക്കേണ്ടതായ ബാധ്യത. അത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ലോങ് ടേം ലാബിലിറ്റി ഉണ്ടെങ്കിൽ എഴുതുക, പിന്നെ ക്യാപിറ്റൽ എഴുതുക. ഇവിടെ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റലും സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലാസ്റ്റേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് രണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്തു. ഇതിലുള്ള ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഇത് കറണ്ട് ലാബിലിറ്റീസ് ആണ്, വിത്തിൻ 1 ഇയർ കൊടുത്തു തീർക്കേണ്ടതായ ബാധ്യത. ഇനി നമുക്ക് ക്യാപിറ്റലാണ് ഇവിടെ ബാക്കിയുള്ളത്. ക്യാപിറ്റൽ എടുക്കുക. ക്യാപിറ്റൽ എടുക്കുമ്പോൾ നമ്മൾ അതിനോടുകൂടി ആദ്യം ഈ നെറ്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ് ഇതിനോട് ആഡ് ചെയ്യണം. ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ക്യാപിറ്റലിനോട് കൂടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്. ആ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രോയിങ്സ്, ഡെബിറ്റ് ബാലൻസുള്ള ഡ്രോയിങ്സ് ലെസ് ചെയ്യാം. ഇത് ഡെബിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ബാലൻസ്, അതുകൊണ്ട് ഇതിന് ലെസ് ചെയ്യാം. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലുള്ളത് ഇവിടെ എഴുതുക, ഡെബിറ്റ് സൈഡിൽ ഉള്ളത് ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതാം, നെറ്റ് പ്രോഫിറ്റും ലെസ് ഡ്രോയിങ്സും ഇട്ട് കൊടുക്കാം. ഇവിടെ ക്യാപിറ്റൽ 2,50,000, ആഡ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇട്ട് കൊടുത്തു, നെറ്റ് പ്രോഫിറ്റ് 23,000. അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ 2,73,000 കിട്ടി. ലെസ് അല്ലെങ്കിൽ മൈനസ് ഡ്രോയിങ്സ് ഇവിടെ നിന്ന് എടുത്തു 20,000. അപ്പോൾ അത് ചെയ്താൽ കിട്ടുന്നത് 2,53,000 ആണ്. അത് ഔട്ടർ കോളത്തിലിട്ടു. അപ്പോൾ ഈ അഡിഷനും സബ്ട്രാക്ഷൻ എല്ലാം ചെയ്യുന്നത് ഈ കോളത്തു നിന്നല്ല, ഈ കോളത്തിനുള്ളിൽ നിന്ന്, ഇന്നർ കോളത്തു നിന്നാണ്. നെറ്റ് എമൗണ്ട് മാത്രം ഔട്ടർ കോളത്തിലിട്ടു. അപ്പോൾ എല്ലാ ഐറ്റംസും പോസ്റ്റ് ചെയ്തു. ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 സൈഡും ആഡ് ചെയ്തപ്പം സെയിം എമൗണ്ട് കിട്ടി, 3,63,000, 3,63,000. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആഡ് ചെയ്യുമ്പോൾ രണ്ടും നേർക്ക് നേരെ ടോട്ടൽ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഒന്ന് ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് ഒന്ന് ഇവിടെ ടോട്ടൽ ചെയ്യാൻ പാടില്ല. ഇവിടെയാണോ ടോട്ടൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ടോട്ടൽ ചെയ്യണം. ഇതിപ്പം ഞാൻ ഇവിടെ ചെയ്തതുകൊണ്ട് രണ്ടും നേർക്ക് നേരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ആഡ് ചെയ്യുമ്പം രണ്ടും സ്കെയിൽ വെച്ചിട്ട് നേരെ വരത്തക്ക രീതിയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടും ബാലൻസ് ഷീറ്റ്
ടോട്ടൽ സെയിം ആയതുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത് ശരിയെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. വേറെ കാര്യമായ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ.